ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് നെല്ലിക്ക കൊണ്ടുള്ള ഒരു വൈനാണ്. ഈ വൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ സാധാരണ വൈനിൽ ചേർക്കുന്നത് പോലെ പട്ട, ഗ്രാമ്പു അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ ഉപ്പിലിട്ടും അച്ചാറുണ്ടാക്കിയും ഷുഗറൊക്കെ ചേർത്ത് വൈൻ ഉണ്ടാക്കിയുമൊക്കെയാണ് കഴിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാ ആരോഗ്യ ഗുണങ്ങളും കിട്ടുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വൈനാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. നെല്ലിക്കയുടെ ഗുണഗണങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിലും പതിവായി ആരും തന്നെ നെല്ലിക്ക ജ്യൂസ് കുടിക്കാൻ ശ്രമിക്കാറില്ല, അല്ലേ? വിറ്റമിൻ സി കൊണ്ട് സമ്പന്നമായ നെല്ലിക്ക ദിവസവും കഴിക്കുന്നത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. നെല്ലിക്കയ്ക്ക് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനുമുള്ള കഴിവുണ്ട്. കൂടാതെ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഇത് വളരെ സഹായിക്കുന്നു. എങ്ങനെയെന്നല്ലേ? ഇതിലെ ക്രോമിയം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കിലോ നെല്ലിക്കയാണ്. ഇതിപ്പോൾ മാർക്കറ്റിൽ വളരെ സുലഭമായി കിട്ടുന്നുണ്ട്. ആദ്യം ഈ നെല്ലിക്ക 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്ത് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റിയതാണ് ഇത്. അതിനുശേഷം ഓരോന്നായി എടുത്ത് ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായി തുടച്ചെടുക്കണം. ഒട്ടും വെള്ളമയം ഉണ്ടാവരുത്. തുടയ്ക്കുമ്പോൾ ഇതുപോലെ ഞെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് ഇങ്ങനെ കൈകൊണ്ട് തന്നെ എടുത്ത് കളഞ്ഞാൽ മതി. കത്തി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നെല്ലിക്കയുടെ ഗുണങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്താനുണ്ട്. എന്നാൽ ഇത് തുടച്ചെടുക്കുന്നതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. മുടിയുടെ സംരക്ഷണത്തിന് നെല്ലിക്ക അത്യുത്തമമാണ്. മുടി വളരുന്നതിന് എണ്ണ കാച്ചിയും മുടി കൊഴിച്ചിലിന് ഹെയർ പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നെല്ലിക്കയിൽ ധാരാളം ഫൈബറസ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തെ സഹായിക്കുന്നു. അതുപോലെ തന്നെ അസിഡിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ തിമിരം, ഗ്ലൂക്കോമ, ചെങ്കണ്ണ് തുടങ്ങിയ നേത്രരോഗങ്ങൾ അകറ്റി കണ്ണുകളുടെ ആരോഗ്യം ഒരു പരിധിവരെ നിലനിർത്താൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ നെല്ലിക്ക വെള്ളമയമൊക്കെ കളഞ്ഞ് നന്നായി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ഭരണിയാണ്. ഭരണിയും വെള്ളമയം ഒട്ടും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അതിന് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മാത്രം പോരാ. നേരത്തെ തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ വളരെ നല്ലത്. അപ്പോൾ നെല്ലിക്ക റെഡി, ഭരണി റെഡി, തിളപ്പിച്ചാറിയ വെള്ളവും റെഡി. ഇനി നമുക്ക് നെല്ലിക്ക ഓരോന്നായി ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. നെല്ലിക്കയ്ക്കോ വെള്ളത്തിനോ പ്രത്യേകിച്ച് അളവുകളൊന്നും തന്നെ ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ഭരണിയിൽ നെല്ലിക്ക ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കണം. അതാണ് ഇതിൻ്റെ കണക്ക്. ഇപ്പോൾ നെല്ലിക്ക എല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജാറൊന്ന് കുലുക്കി കൊടുക്കാം. സ്പേസ് കിട്ടുന്നതിനാണിത്. കാണാൻ ചെറുതാണെങ്കിലും നല്ല ഉള്ളളവുള്ളതാണ് കേട്ടോ ഈ ഭരണി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മൂടിയിൽ വെള്ളം തട്ടാത്ത രീതിയിൽ, നെല്ലിക്കയുടെ മുകളിൽ വെള്ളം വരത്തക്ക രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കണ്ടോ? ഇപ്പോൾ നെല്ലിക്കയുടെ മുകളിൽ വെള്ളം വരത്തക്ക വിധം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടി കൊണ്ട് ഒന്ന് അടയ്ക്കാം. ഇതിൻ്റെ മൂടി ഉടഞ്ഞു പോയിട്ടോ, അതുകൊണ്ട് ഒരു മരത്തിൻ്റെ മൂടിയാണ് ഞാനിതിന് വെച്ചിരിക്കുന്നത്. മൂടി കൊണ്ട് അടച്ച ശേഷം നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായി മൂടി കെട്ടിവെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു വൈനുകൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ യാതൊരു ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ചേർത്തിട്ടില്ല. നെല്ലിക്കയുടെ ഫുൾ എസൻസും നമുക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ മൂടിക്കെട്ടിയ നെല്ലിക്ക ഒരു 2 ആഴ്ചയെങ്കിലും ഇരിക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നെല്ലിക്ക ഭരണിയിലാക്കി കെട്ടിവെച്ചിട്ട് ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞു കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. കാണുമ്പോൾ തന്നെ അറിയാം വെള്ളം മുകളിൽ തെളിഞ്ഞിരിക്കുന്നുണ്ട്. എന്നാൽ അതിന് കുറച്ചും നിറമാറ്റവും വന്നിട്ടുണ്ട്. നെല്ലിക്ക ഭരണിയിലാക്കി വെച്ചപ്പോഴും ഇപ്പോഴുമുള്ള വ്യത്യാസം നോക്കൂ. ഭരണിയുടെ അരികൊക്കെ കണ്ടോ ഇങ്ങനെ ഒരു നിറം മാറിയിരിക്കുന്നത്? ഇത് അയൺ കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇരുമ്പ് സത്തുള്ള പഴങ്ങളോ പച്ചക്കറികളോ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ കത്തിയിൽ കറുപ്പ് നിറം കണ്ടിട്ടില്ലേ? അതുപോലെ നെല്ലിക്കയിൽ ധാരാളമായി ഇരുമ്പടങ്ങിയിട്ടുണ്ട്. ഇത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുകയും അതിലൂടെ അനീമിയ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന
തെളിഞ്ഞ വെള്ളമുണ്ടല്ലോ, അത് നമുക്ക് ഒരു സ്റ്റെയിനർ ഉപയോഗിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, തെളിഞ്ഞ നല്ല ഒരു എസൻസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്റ്റെയിൻ ചെയ്തെടുത്തതിന് ശേഷം അടിയിൽ കുറച്ച് കലങ്ങിയിട്ടൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കും മാറ്റിയെടുക്കാം. ഇത് ഞാൻ ചെയ്യുന്ന രീതി കേട്ടോ. ഇനി കലങ്ങിയത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ നമ്മൾ ഇതിലുണ്ടായിരുന്ന വെള്ളം തെളിഞ്ഞതും തെളിയാത്തതുമായിട്ട് 2 പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ എസൻസ് ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. 2 ബോട്ടിലാണ് ഞാൻ ഒഴിച്ചു വയ്ക്കുന്നത്. അതായത് തെളിഞ്ഞ എസൻസ് ഒരു ബോട്ടിലും ഇപ്പോൾ നമുക്കൊരു കലങ്ങിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അത് വേറൊരു ബോട്ടിൽ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ഇപ്പോൾ ഈ നെല്ലിക്ക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഇതിൻ്റെ എസൻസൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ട് ഇതിന് പുളിപ്പോ ചവർപ്പോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഒരു 3/4 ഭാഗത്തോളം വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലെ എസൻസ് എല്ലാം തന്നെ നമ്മൾ തെളിഞ്ഞതും തെളിയാത്തതുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം ഭരണിയിലേക്ക് ഒഴിച്ച് നേരത്തെ ചെയ്തതുപോലെ തന്നെ മൂടിക്കെട്ടി വയ്ക്കുക. ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ അടച്ച് കെട്ടിവെക്കാം. ഇതും നമുക്ക് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ആണെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് തുറന്നെടുത്ത് ഇതുപോലെ സ്റ്റെയിൻ ചെയ്തെടുത്ത് വയ്ക്കാം. ഇതിന് ആദ്യം എടുത്ത എസൻസിൻ്റെ അത്രയും ഒന്നും വീര്യം ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ നമുക്കിത് വെള്ളം ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ എസൻസ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ നെല്ലിക്കയുടെ എസൻസ് എല്ലാം എടുത്തു കഴിഞ്ഞു. ബാക്കി വന്ന നെല്ലിക്കയിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കെട്ടിവെക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. മധുരമൊന്നും ചേർക്കാത്തത് കൊണ്ട് സാധാരണ വൈൻ കുടിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് 1/4 ഭാഗം എസൻസും ബാക്കി ഭാഗം വെള്ളവും ചേർത്താണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോൾ 2 ഗ്ലാസ്സിൽ ഇതിൻ്റെ എസൻസ് ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ്സിൽ ഉപ്പും 1 ഗ്ലാസ്സിൽ പഞ്ചസാരയുമാണ് ചേർക്കുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, പ്രത്യേകിച്ച് ഡയബറ്റിക് ഉള്ളവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ് ഈ ജ്യൂസ്. സാധാരണ ഷുഗർ പേഷ്യൻസിനൊക്കെ രാവിലെ 11 മണിക്കും 11:30ക്കും ഇടയ്ക്കൊക്കെ ഒരു ഡ്രിങ്ക്സ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആംല ജ്യൂസ് ആണെങ്കിൽ വളരെ ഉത്തമമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഷുഗർ ചേർത്ത് വെൽക്കം ഡ്രിങ്കായിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഗസ്റ്റ് വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ റെസിപ്പി ചോദിച്ചിട്ടേ അവർ മടങ്ങാറുള്ളൂ. 1/4 ഭാഗം എസൻസ്, ബാക്കി 3/4 ഭാഗം നമ്മൾ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ എവേ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ദിവസവും ഓരോ നെല്ലിക്ക കഴിച്ചാൽ ചിരഞ്ജീവിയായിട്ടിരിക്കാമെന്ന് മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഈ വൈൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് മനസ്സിലായല്ലോ. പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാവുന്നതുമാണ്. നെല്ലിക്ക നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. ഓക്കെ, അണ്ടിൽ ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.